പല്ലവിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ സ്ലീവ്സിൻ്റെ ഷോർട്ട് ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഇത് ലോങ് ആക്കേണ്ട ആവശ്യമില്ല. 2-3 നമ്മൾ സാധാ തയ്ക്കുന്നതിൻ്റെ അകത്ത് ഒരു 2-3 മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഇതുപോലത്തെ സ്ലീവ്സ് തയ്ച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇത് തയ്ച്ചെടുക്കേണ്ടത് നോക്കാം. എല്ലാ പ്രാവശ്യം ഇഷ്ടപ്പെടുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വിശ്വാസത്തോടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെ ഒരു സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് മുറിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ താഴത്തെ സ്ട്രിപ്പ് തന്നെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു സ്ലീവ് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോളൂ, ഇതുപോലെ അകത്തുനിന്നും വെളിയിൽ നിന്നും നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെയാണ് നമ്മളിത് സ്ലീവ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടിപ്സ് മാത്രം ഇങ്ങനെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ വരും, നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ ആ താഴത്തെ സ്ട്രിപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഒരു 6 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് വീതിക്ക്. അതിൻ്റെ നീളം വന്നിട്ട് നിങ്ങളെ ബൈസെപ്സ് എത്രയാണ് അതിൻ്റെ അകത്ത് ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കാം നീളത്തിൽ. ബൈസെപ്സ് എന്ന് പറയുമ്പോൾ റൗണ്ട്, സ്ലീവ്സ് റൗണ്ട് എത്രയാണ് നമുക്ക് വേണ്ടിയ ഫിറ്റിങ്. അപ്പം അതിന് എനിക്ക് 12 വേണ്ടത്. അപ്പോൾ അതിനൊരു 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മെയിൻ ഫാബ്രിക്, സ്ലീവ്സിൻ്റെ മെയിൻ ഫാബ്രിക് ഇതുപോലെ ഗ്യാദർസ് ആക്കി എടുക്കാം. താഴത്തെ ഭാഗത്തിൽ ഇതുപോലെ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ നൂലിങ്ങനെ വലിച്ചാൽ ഗ്യാദർസ് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. സൂയും നൂലും വെച്ച് ചെയ്താലും എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രിപ്പ് 6 ഇഞ്ചിൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിൽ ഗ്യാദർ ആക്കിയ മെയിൽ ഫാബ്രിക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എത്രയാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത് തയ്ക്കാൻ, ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് അത് വെച്ചിട്ട് ഈ സ്ട്രിപ്പിൻ്റെ മുകളിൽ ഇതിനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഓക്കെ, എന്നിട്ടാകുമ്പം ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന ഫാബ്രിക്കിനെ മടക്കി സമൂസ പോലെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നാലാണ് നമ്മൾ ആ സ്ട്രിപ്പ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നല്ല വശത്താണ് ഇതുപോലെ ഉണ്ടോ, ആ സ്ട്രിപ്പിൻ്റെ നല്ല വശത്തിൻ്റെ അകത്തോട്ടാണ് ഈ ഫാബ്രിക് വെച്ചിരിക്കുന്നത്. ഉണ്ടോ, ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ആ സ്ട്രിപ്പിൻ്റെ നല്ല വശമാണ്, അത് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ അതിന് മുകളിൽ ഇങ്ങനെ വെച്ചെടുത്താൽ ആ സ്ട്രിപ്പിൻ്റെ നല്ല വശത്തിൻ്റെ അകത്തോട്ടാണ് ഈ ഹോൾ ഫാബ്രിക് നമ്മൾ സമൂസ പോലെ അതിൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം അടിച്ച സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ സെക്കൻഡ് എഡ്ജ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം ഫുള്ള് ഇതുപോലെ. ആ ഫാബ്രിക് അതിൻ്റെ ഇടയിൽ, സ്റ്റിച്ചിൻ്റെ ഇടയിൽ വരാണ്ട് സൂക്ഷിക്കുക. അത് മാത്രമാണ് അതിലൊന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഉണ്ടോ, ഇതുപോലെ സമോസ സ്റ്റഫ് ചെയ്യുന്ന പോലെ അതിനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുത്തിരിക്കണം. ഉണ്ടോ, നല്ല റോള് സ്റ്റഫ് ചെയ്യുന്ന പോലെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് അത് പുല്ല് ചെയ്ത് വെളിയിലോട്ട് എടുത്താൽ, വലിച്ച് വെളിയിലോട്ട് എടുത്താൽ ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെ ഈ സ്ട്രിപ്പും കിട്ടും. അപ്പോൾ സ്ലീവ്സ് അതിൻ്റെ അകത്താണ് കിടക്കുന്നത്, ആ റോളിൻ്റെ അകത്താണ് സ്ലീവ്സിൻ്റെ ഫാബ്രിക് കിടക്കുന്നുണ്ടോ. ഇതുപോലെ 2 സൈഡും നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഡെലിക്കേറ്റഡ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞാൻ ചെയ്യുന്നത്. അധികം സമയം എടുത്തിട്ടില്ല ഫ്രണ്ട്സ്, വലിയ വീഡിയോ ആക്കാം. പക്ഷേ എന്തിനാ, നമുക്ക് ട്രിക്സൊക്കെ അറിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് തയ്ക്കാൻ പറ്റും. എല്ലാവരും തയ്ച്ച് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുമെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫാബ്രിക് ഇതുപോലെ കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ, അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്യുന്ന മുൻപേ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞാനൊന്ന് വെയർ ചെയ്തത്. ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പം ചുരിദാറിൻ്റെ കട്ടിങ് കാണിക്കണം ചേച്ചി. ആ ഹോളിൽ ഭയങ്കര ഗ്യാദർസ് റിങ്കിൾസൊക്കെ വരുന്നു എന്ന് കേട്ടു. അപ്പോൾ അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലാസ്സസ് എടുക്കാറുണ്ട്. ക്ലാസ്സസിന് താല്പര്യമുള്ള കൂട്ടുകാർ എന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. പല്ലവി നായർ 01 ആണ് ID. താങ്ക് യു.